വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആഫ്റ്റർ ബിക്കമിങ് എ ലോയർ വിൽ യു കണ്ടിന്യൂ ആസ് എ യൂട്യൂബർ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ എന്തൊക്കെ ജോലിക്ക് പോയാലും, അതിപ്പോൾ ഒരു ലോ പ്രൊഫഷനാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോർപ്പറേറ്റാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാലും, ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു കാലത്തും മറക്കില്ല. എൻ്റെ ഒരു ലൈഫ് നിങ്ങൾക്ക് അത് കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ യൂട്യൂബ് ഒരിക്കലും നിർത്താൻ പോണില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. എനിക്ക് ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. സോ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോണില്ല. മോട്ടിവേഷൻ തരുമോ? ജി ആസ്പിറൻ്റ് ആണ്. ഐ നോ യു ആർ എ ലോ സ്റ്റുഡൻറ്റ് ബട്ട് എനിത്തിങ്. ലോ സ്റ്റുഡൻ്റ് ഒക്കെ മാറി, പിന്നെ ലോയറായി, അഡ്വക്കേറ്റ് ആയിട്ടില്ല, എൻറോളൊക്കെ ആയാലേ ആവുള്ളൂ, ഗ്രാജുവേറ്റ് ആയി. സോ എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും തരാൻ അറിയില്ല. ബട്ട് ഞാൻ പറയാം, നമുക്കൊരു സാധനം വേണം എന്നാണെങ്കിൽ നന്നായി ആഗ്രഹിച്ചാൽ മതി, കിട്ടും. അതിനുള്ള ഒരു എഫേർട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, നടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. എഫേർട്ട് എടുക്കണം. നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാർട്ട് ചെയ്താൽ എന്ത് വേണമെങ്കിൽ നമുക്ക് നടക്കും. നമ്മൾ എഫേർട്ട് എടുക്കാണ്ട് ഒരു കാര്യം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. അത്ര എനിക്ക് ഇൻസ്പിറേഷൻ തരാറില്ല, അല്ലാണ്ടൊന്നും എനിക്കറിയില്ല. ടെൽ us about your ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി. വെക്കേഷൻ നാട്ടിൽ വരുന്ന ഒരു മെമ്മറി പറയാം. എനിക്ക് വെക്കേഷൻ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മാഹിന്ന് തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ ഇപ്പോൾ വിഷുവിനാണ് വരുന്നത് വിചാരിച്ചപ്പോൾ നമ്മൾ മാർച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് എത്തും. അപ്പോൾ വിഷു തലേദിവസം അച്ഛമ്മയും അച്ഛൻ്റെ അനിയനും കൂടിയൊക്കെ ഇങ്ങനെ വിഷ് കണി ഒക്കെ തയ്യാറാക്കും. വിഷു കൈനീട്ടൊക്കെ കിട്ടും, പുതിയ ഡ്രസ്സൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ വിഷു കണി കാണും. അച്ഛനെ ചിലപ്പോൾ ഞാൻ വിഷുവിൻ്റെ അച്ഛൻ രാത്രി വന്നിട്ടുണ്ടാവും, ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അച്ഛനാണ് കണി കാണിക്കുക. കുഞ്ഞല്ലേ, കണ്ണിൽ വെള്ളാക്കി തരുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര മെമ്മറി കേട്ടോ. അതുപോലെ തന്നെ ഓണത്തിന് വരുമ്പോഴാണെങ്കിലും ഞാനും അനിയത്തിയും കൂടിയും അച്ഛൻ്റെ വീട്ടിലാണ് ആദ്യത്തോണം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് അനിയത്തിൻ്റെ അമ്മയുടെ വീട്ടിലേക്കും പോകാൻ, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വരും, ഇങ്ങോട്ട് പാലപ്പുറത്തേക്ക്. അങ്ങനെയാണ് രാവിലെ വരെ അച്ഛൻ്റെ വീട്ടിൽ, പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ. അങ്ങനെയാണ് വെക്കേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, രണ്ട് വീട്ടിൽ ഒരുപോലെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരിക. ഈ ഒരു വീഡിയോ ഇവിടത്തേക്ക് നിർത്തുന്നു. സോ അണ്ടിൽ ബൈ ഗൈസ്.